Thank you, Shruti. Thank you so much. Okay. അപ്പൊ നമ്മുടെ 36th മൈൻഡ്ഫുൾ ഇൻസൈറ്റ് ആണ് അല്ലെ. 36 ആഴ്ചകളിലായിട്ട് നമ്മൾ എല്ലാ വീക്കിലും മാക്സിമം എല്ലാ വീക്കിലും നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ 36th മൈൻഡ്ഫുൾ ഇൻസൈറ്റിലേക്ക് വൺസ് അഗൈൻ നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പൊ മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വീഡിയോ കോളിൽ വരാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ കോളിൽ വരാം കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ബിസിനസ് മൈൻഡ് എന്നുള്ളതാണ്. അപ്പൊ ഈ ബിസിനസ് മൈൻഡ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ബിസിനസ് മൈൻഡ് എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ആ ബിസിനസ് മൈൻഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? പോസിറ്റീവ് ആയിട്ടാണോ, നെഗറ്റീവ് ആയിട്ടാണോ, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്തായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ട്, ഓക്കെ, പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ട്. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരും നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരും അല്ലെ, എല്ലാവരും ഉണ്ട് അല്ലെ. അപ്പോ ആക്ച്വലി ഈ ബിസിനസ് മൈൻഡ് എന്ന് പറയുമ്പോൾ വൈബ്രന്റ് ആൻഡ് ആക്റ്റീവ്. ഇപ്പൊ ഈ ബിസിനസ് നടത്തുന്ന ആളുകളുടെ മനസ്സാവുമല്ലോ ബിസിനസ് മൈൻഡ് അല്ലെ. അപ്പൊ അതെപ്പോഴും വൈബ്രന്റ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ളൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി ഇന്ന് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോ ബിസിനസ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മള് ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവാം. അതേപോലെ തന്നെ ഇപ്പോ പാർട്ട്നേഴ്സ് ബിസിനസ് ചെയ്യുന്നുണ്ടാവും. നമ്മള് ഇപ്പോ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നില്ലെങ്കിലും അവരുടെ ഹസ്ബൻഡ്മാർ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫാദർ, അങ്ങനെ കൂടുതലുള്ള ആളുകൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ സ്ത്രീകളാണെങ്കിലും ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത് എന്നാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദ ആളുകളും എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. മണിക്ക് വേണ്ടിയിട്ട്. യെസ്. വേറെ പറയാ, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ബിസിനസ് എന്നല്ല, ഏതൊരു ജോബ് ചെയ്യുന്ന ആളുകളും, നമ്മൾ ഇതിന്റെ മുന്നേ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ജോലി ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാന്നുള്ളത്. അപ്പൊ അതില് അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് ആയിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമ്മള് ലൈഫില് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട്. ലൈഫില് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട്. നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ മനുഷ്യർ ഓരോരുത്തരും വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ആ പർപ്പസ് ആയിരിക്കാം നമ്മൾ ജോലിയായിട്ട് തിരഞ്ഞെടുക്കുന്ന പല കാര്യങ്ങളും അല്ലെ. അപ്പൊ ഈ മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്? മനുഷ്യൻ മറ്റു മനുഷ്യരെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, മറ്റു മനുഷ്യരെ സെർവ് ചെയ്യാൻ വേണ്ട. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് ജോലി ആയിക്കോട്ടെ, അത് ബിസിനസ് ആയിക്കോട്ടെ, അതല്ലാണ്ട് വേറെ ഉള്ള ഏത് ജോലി ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ ടീച്ചിങ് ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, നമ്മളൊരു എന്ത് ജോലി എടുത്ത് നോക്കുകയാണെങ്കിലും അത് ഒരാൾ മറ്റൊരാളെ സെർവ് ചെയ്യാണ് അല്ലെ. എന്ത് ജോലി എടുത്താൽ ഒന്ന് നോക്കി നോക്കാം, മണി ഏൺ ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് എല്ലാം സെർവിങ് ആണ്. മീൻസ് അല്ലെ, എല്ലാം ഒരു സർവീസ് ആണ്, ബാക്കിയുള്ള മറ്റു മനുഷ്യർക്കുള്ള ഒരു സർവീസ് ആണ്. അതിൽ നിന്ന് ആ സർവീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മണി കിട്ടുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മുടെ എടുക്കുന്ന ജോബ്, നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും, ബിസിനസ് ആവട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ, നമ്മള് ഒരു ഇന്റൻഷൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതൊരു കാര്യവും ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു ദെയർ ഇന്റൻഷൻ എന്നുള്ളത്. അപ്പൊ പലപ്പോഴും പല ആളുകൾ ബിസിനസ് ചെയ്യുന്നവരാട്ടെ, ജോലി ചെയ്യുന്നവരാട്ടെ, എന്തിനു വേണ്ട? മണിക്ക് വേണ്ടിയിട്ടാണ്, ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ഏൺ ചെയ്യുന്നത്? ലൈഫ് ഒന്ന് അടിച്ചു പൊളിക്കണം, അല്ലെങ്കിൽ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ മണി അത്യാവശ്യമാണ്. അപ്പൊ മണിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു
ഇന്റൻഷൻ വെച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ബിസിനസ് ആവട്ടെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോ ആ ഇന്റൻഷനോട് കൂടിയിട്ട് അല്ലെ നമ്മൾ മണീന്റെ പിറകെ പോകുന്ന സമയത്ത് മണി നമ്മളെ ഇട്ട് ഓടിപ്പിക്കും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അല്ലെ ക്യാഷ് തികയാതെ വരും. ഭയങ്കര ജോലി ഉണ്ടാവും, ഏർണിങ്സ് കിട്ടുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒന്നിനും തികയുന്നുണ്ടാവില്ല. പല കാര്യങ്ങൾക്കും നമ്മൾ കിട്ടുന്നുണ്ടാവും, മണി അത്യാവശ്യം എത്ര കിട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ഒന്നിനും തികയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അല്ലെ എന്തിനെങ്കിലും അല്ലെ അതിന് പൈസ ഇല്ല അതിന് പൈസ ഇല്ല എന്നുള്ള രൂപത്തിൽ പറയാൻ തുടങ്ങും. അപ്പൊ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോബും, അത് ബിസിനസ് ആയിക്കോട്ടെ, ഏതൊരു ജോബും ഒരു സർവീസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ഇന്റൻഷൻ ഉള്ളിൽ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ ജോലി എടുക്കാൻ. അപ്പൊ ഇന്ന് ബിസിനസ് മൈൻഡ് ആയതുകൊണ്ട് ഞാൻ ബിസിനസ്സിനെ കുറച്ചും കൂടി കൂടുതലാക്കിയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഇന്റൻഷൻ എന്തായിരിക്കണം, നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഒരു സർവീസ് ആണ്. അപ്പൊ നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താണ്, ആ സർവീസ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നമുക്ക് മണി എന്നുള്ളത്. അപ്പൊ ഒരിക്കലും മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ബിസിനസ്സും അല്ലെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഇന്റൻഷൻ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അതിന്റെ റിസൾട്ട് കിട്ടുക. അത് ആളുകളെ ഒന്ന് നോക്കിയാൽ മതി. മീൻസ് നിങ്ങൾ തന്നെ ഇപ്പോ മണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്ന തോട്ട് വെച്ചിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോ MA യൂസുഫ് അലി സാറിനൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ ബിസിനസ് പോകുന്നത് ഏത് ലെവലിലാണ്, അദ്ദേഹത്തിന്റെ മീൻസ് ബിസിനസിന്റെ മൊത്തത്തിൽ അല്ലെ. അദ്ദേഹം ഒരു ബില്യണയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏർണിങ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അദ്ദേഹത്തിന്റെ ബിസിനസിന് ഒരു സർവീസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലെ. എത്ര ആളുകൾക്കാണ് അതുവഴി ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, എത്ര കുടുംബം അതിന്റെ കൂടെ രക്ഷപ്പെട്ടു പോകുന്നത്. താൻ വളരുമ്പോ തന്നോട് കൂടെ മറ്റുള്ളവരെയും കൂടി വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിനും കൂടി ഉണ്ട് അല്ലെ. അവിടെ സർവീസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആ സർവീസ് എന്നുള്ള ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്, അപ്പൊ നമുക്ക് മണി അതിന്റെ പിന്നാലെ വരും. നമ്മൾ എപ്പോഴും മണീനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നോ മണി നമ്മൾ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ബിസിനസ് ഒരിക്കലും എന്തെങ്കിലും വളരൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ഇന്റൻഷൻ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മണി ഏൺ ചെയ്യാനാണ് എന്നുള്ള ഇന്റൻഷനിൽ വെക്കരുത്. മീൻസ് നമ്മളൊരു സർവീസ് ചെയ്യാണ് അല്ലെ. അത് എന്ത് ജോലി എടുത്ത് നോക്കുകയാണെങ്കിലും അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സർവീസ് ആണ്. ആ സർവീസ് ചെയ്ത് കൊടുക്കില്ലേ, മറ്റ് ആളുകൾക്ക് ആ സർവീസ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ് മണി എന്നുള്ളത്. അപ്പൊ നമ്മള് ഈ രൂപത്തിൽ നമ്മളെ നമ്മുടെ ബിസിനസിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നമുക്ക് സാധാരണ നമ്മൾ മണീനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റും നമ്മളെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കും. കാരണം എന്തൊരു കാര്യം ഇന്റൻഷന് ഏതൊരു കാര്യത്തിന്റെയും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോട്ടെ, അതിപ്പോ വെറും ബിസിനസ് നടത്തുക ജോലി ചെയ്യാന്നുള്ള അല്ലാതെ നമ്മൾ ഡെയിലി ലൈഫിൽ എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലും ഇന്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ കയറുന്ന സമയത്ത് എന്താണ് ഇന്റൻഷൻ വെച്ചിട്ടുള്ളത്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ചില ആളുകൾ ഉണ്ടാവും, ഇതിപ്പോ എന്താ ഇവിടെ ക്ലാസ്, എന്താ ഇവിടെ പറയാൻ പോകുന്നത്, എന്താണ് ഇവർ ഇവിടെ ചെയ്യുന്നത്, എന്താ ഇവിടെ കൊടുക്കുന്നത്, ഒന്ന് കയറി നോക്കട്ടെ, എങ്ങനെയുണ്ടോ ഓരോ ക്ലാസ് ഒക്കെ നോക്കട്ടെ, അങ്ങനെ വെച്ച് വന്നവരുണ്ടാവും. ചില ആളുകൾ ഉണ്ടാവും ടോപ്പിക് കണ്ടിട്ട് വന്നവരുണ്ടാവും അല്ലെ, അതിന്റെ അടിയിലുള്ള കണ്ടന്റ് കണ്ടിട്ട് വന്നവരുണ്ടാവും അല്ലെ. ഒന്നിക്ക് ബിസിനസ് നടത്തുന്ന ആളാണ്, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ഇന്റൻഷനിലാണോ ഇവിടെ വന്നത് അതനുസരിച്ചിട്ട് അതിന്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാം. ഈ സെഷൻ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വന്ന ആളുകൾക്ക് അല്ലെ, സെഷനൊക്കെ ഭയങ്കര അടിപൊളി, നല്ല പോയിന്റ്സും കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര അടിപൊളി, എന്തേ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ചില ഉമ്മമാര് മീൻസ് ഈ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥയാണത്. ഈ മറ്റേ ഇതിന്റെ ക്ലാസ്സും കുറെ പാരന്റിങ് ക്ലാസ്സുകളും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉമ്മമാര് സ്കൂളിൽ ഒക്കെ പോകുമല്ലോ. അപ്പൊ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധിക അഭിപ്രായം അതേക്കാരം, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, അടിപൊളി, എന്തൊക്കെയാ പറഞ്ഞത് ചോദിക്കാൻ ഓർമ്മ ഉണ്ടാവില്ല, കാരണം ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് പോയി വെക്കാൻ വേണ്ടി പോയതായിരിക്കും. അപ്പൊ ഇന്റൻഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ചെയ്യുന്ന ആളാവട്ടെ, ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാവട്ടെ, ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ബിസിനസ്സിന് ഇപ്പൊ ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും ഇനി എപ്പോഴെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കാൻ
നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്റൻഷൻ സെറ്റ് ചെയ്യണം. അവിടെ ഒരിക്കലും മണി ആവരുത് ഫോക്കസ്. സർവീസ് എന്നുള്ള ഇന്റൻഷനിലൂടെ ആയിരിക്കണം എന്ത് ആ ഫോക്കസ് പോവേണ്ടത്. സർവീസിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ അതിന്റെ താന മണി നമ്മളെ പിന്നാലെ വന്നോളും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ബിസിനസ് മൈൻഡ് എന്ന് കേൾക്കുന്ന സമയത്ത് പലരും പറഞ്ഞ പോസിറ്റീവ് മൈൻഡാണ്, ചില ആളുകൾക്ക് പറഞ്ഞ നെഗറ്റീവ് മൈൻഡാണ് എന്നുള്ള പല ആളുകൾക്കും പല 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 കാഴ്ചപ്പാടിലൂടെ പോയി വളർന്നു വന്നതായിരിക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ഓരോ പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് തോന്നല്. അപ്പൊ അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾക്ക് പോസിറ്റീവായിട്ട് തോന്നാം, ചില ആളുകൾക്ക് നെഗറ്റീവായിട്ട് തോന്നാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്താണ് മണി, ഈ ബിസിനസ് മൈൻഡ് എന്നുള്ളതിനെ നെഗറ്റീവായിട്ട് തന്നെ കാണാറ്. നമ്മളെ സൊസൈറ്റിയിൽ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് എനിക്ക് ബിസിനസ് മൈൻഡാ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അത് ഓള് ബിസിനസ് മൈൻഡാ. നമ്മൾ ആ ഒരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ബിസിനസ് മൈൻഡ് എന്നുള്ള ആ ഒരു ടേം യൂസ് ചെയ്യൽ. അപ്പോ ബിസിനസ് മൈൻഡ് എന്നതിനെ നെഗറ്റീവ് ഫീൽ ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ, ബിസിനസ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ബിസിനസ് മൈൻഡ് എന്ന് കേൾക്കുന്ന സമയത്ത് നെഗറ്റീവ് ഫീൽ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിസിനസ് മൈൻഡ് ഉണ്ടാവുക വേണം. ബിസിനസ് മൈൻഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ മിക്കവാറും നമ്മുടെ സൊസൈറ്റിയില്, നമ്മുടെ ഈ ഒരു വേൾഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിസിനസ് ആണ് കൂടുതൽ മണി കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്നത്. മറ്റ് ജോബും മറ്റുള്ള കാര്യങ്ങളെക്കാളും കൂടുതലും ബിസിനസ്സിലൂടെയാണ് നമുക്ക് ഒരുപാട് ഈ മണി ഫ്ലോയും കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്തേക്ക് വരുന്നതും ഈ അത്തരത്തിലുള്ള ആളുകളേക്കാൾ. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ആളുകളെ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിരിക്കും ഈ കൂടുതൽ ചാരിറ്റി കൊടുക്കുന്ന ആളുകള്, അങ്ങനത്തെ ഒക്കെ നോക്കണം. കാരണം അവിടെ ആയിരിക്കും കൂടുതലും വെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ, വെൽത്ത് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന ഈ ആളുകൾ അടുത്തായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ നമ്മളെപ്പോഴും എന്താണ് ലാഭം അല്ലെ, ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ മണീനെ കുറിച്ചിട്ട് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസ് വരും. മറ്റുള്ളിടത്താണെന്നുണ്ടെങ്കിലോ നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കുന്ന സമയത്ത് അല്ലെ, ഒരത്ര പൊട്ടിച്ചിന്റെ ക്യാഷ്, ഇത്ര പൊട്ടിച്ചിന്റെ ക്യാഷ്, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് അല്ലെ അത്ര ക്യാഷ് പൊട്ടി, ഇന്ന ഡ്രസ്സ് വാങ്ങാൻ പോയി അവിടെ ഇത്ര ക്യാഷാ പൊട്ടിയത് അല്ലെ. നമ്മൾ സ്ഥിരമുള്ള ഡയലോഗാണ് ക്യാഷ് അത്ര പൊട്ടി ഇത്ര പൊട്ടി എന്നുള്ള ഒരു ഡയലോഗ് കേൾക്കുന്നത്. അപ്പോ ആക്ച്വലി ആ ക്യാഷ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് പകരം വേറെ പലതും കിട്ടിയിട്ടുണ്ട്, വേറെ പല കാര്യങ്ങളും. പക്ഷെ അതൊന്നും നോക്കൂല. ഡോക്ടറെ അടുത്ത് പോയപ്പോ നമ്മളെ ഹെൽത്ത് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും നോക്കൂല. അത്ര പൈസ ചെലവായി, ഇത്ര പൈസ ചെലവായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈസന്റെ കണക്ക് പറയും. നഷ്ടക്കണക്കായിരിക്കും അവിടെ പറയുന്നുണ്ടാവും, പലപ്പോഴും നഷ്ടക്കണക്കായിരിക്കും പറയുന്നുണ്ടാവുക അല്ലെ നമ്മൾ എവിടെ പോയാലും. പക്ഷെ ബിസിനസ്സിലാണ് പിന്നെ ലാഭ കണക്ക് പറയുള്ളൂ അല്ലെ. ബിസിനസ്സിൽ മാത്രമേ ലാഭത്തിന്റെ കണക്ക് അധികം പറയുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മണീന്റെ കാര്യത്തെ കുറിച്ചിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ നഷ്ടക്കണക്കാ പറയാം. അത്ര പൊട്ടിച്ചതും ഇത്ര പൊട്ടിച്ചതും, അത്ര നഷ്ടമായതും ഇത്ര നഷ്ടമായതും ഇത്ര കൊടുത്തതും കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ. നമുക്ക് കിട്ടിയത് നമ്മൾ പറയുന്നില്ല, പലപ്പോഴും അങ്ങനെയുള്ളതാ. പക്ഷെ ബിസിനസിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ കൂടുതലും പ്രോഫിറ്റിനെ കുറിച്ചിട്ടായിരിക്കും, മണീനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലും വരല് ഈ ബിസിനസ്സിലാണ്. അതുകൊണ്ട് ബിസിനസ് മൈൻഡിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം ബിസിനസ് നടത്തുന്ന ആളുകൾക്കുള്ള മൈൻഡാണ് ബിസിനസ് മൈൻഡ്. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അത്രത്തോളം എന്തിനാ ബിസിനസ് മൈൻഡിനെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യം, ആ മൈൻഡിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചാൽ അതിനോട് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളും നമ്മൾ കൊണ്ട് നടന്നാൽ മാത്രമേ നമുക്ക് നമുക്കും നമ്മളിലേക്കും ഈ മണി ഫ്ലോയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമ്മൾ എത്രത്തോളം ഇതിനെ നെഗറ്റീവ് പ്രോഗ്രാം ആയിട്ട് നമ്മുടെ ഉള്ളിൽ കയറ്റി വെക്കുന്നുവോ അതിനനുസരിച്ചിട്ട് നമ്മളെ ഇപ്പൊ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലെ, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ ആളുകള് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുള്ള ആളുകള് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ മണി സ്റ്റേറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഒന്ന് നോക്കിയാൽ മതിയോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ് കുറച്ച് ലോ ആയിട്ടാണ്, കുറച്ച് അത്യാവശ്യത്തിനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഈ എന്താണ് ബിസിനസ് മൈൻഡ് എന്നുള്ളത്, ഇവിടെ ബിസിനസ് മൈൻഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും അവിടെ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാ, ക്യാഷ് മണി റിലേറ്റഡ് ആയിട്ടാണ് ഈ ബിസിനസ് മൈൻഡിനെ നമ്മൾ മൈൻഡിൽ കണ്ടിട്ടുണ്ടാവുക അല്ലെ. നമ്മൾ എന്ത് കാര്യവും അവിടെ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണം. അപ്പൊ അവിടെയാണ് നമ്മൾ ബിസിനസ് മൈൻഡ് എന്നുള്ളത് കണക്ട് ചെയ്യുക. അപ്പൊ മണിയും ബിസിനസ് മൈൻഡും നല്ല റിലേറ്റഡ് ആണ്. ബിസിനസ്സും മണി റിലേറ്റഡ് ആണ്, ബിസിനസ് മൈൻഡും മണി റിലേറ്റഡ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള നെഗറ്റീവ് അല്ലെ, ബിസിനസ് മൈൻഡിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടാണ് ഉള്ളിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ മണീനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ഉള്ളിൽ കിടക്കുന്നത്.
മണീനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതിയാവും. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളോ എന്തെങ്കിലും ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഈ ബിസിനസ് മൈൻഡ് എന്നുള്ളത് എന്താണ്, ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള മൈൻഡാ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ബിസിനസ് മൈൻഡ് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അവർക്ക് ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. പിന്നെ അതേപോലെ തന്നെ അല്ലെ, നമുക്ക് ആ ബിസിനസ് മൈൻഡിനെ റെസ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആ ബിസിനസ് നടത്തുന്ന ആളുകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ പലപ്പോഴും പലപ്പോഴും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. നമ്മളെ പൊതുവായിട്ടുള്ള സംസാരത്തിലും കാര്യത്തിലും ഒക്കെ ഒന്ന് നോക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ബിസിനസ് നടത്തുന്ന മറ്റ് ബിസിനസ് നടത്തുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള സംസാരം, നല്ല പൈസയും കാര്യങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓർക്ക് അതൊക്കെ പറ്റും, ഒരു അങ്ങനെയാണ്, ഒരു ഇങ്ങനെയാണ്. അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ പറയും അതൊക്കെ ഓരോ അവിടെയും ഇവിടെയും വെട്ടിപ്പൊളിച്ചിട്ടോ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കണതാണ്, അങ്ങനത്തെ കുറെ നെഗറ്റീവ് ഫ്രെയിം ഉണ്ടാവും നമ്മളെ സൊസൈറ്റിയിൽ. ഒരുപാട് ആളുകൾക്കുള്ളതാ. അതുകൊണ്ട് തന്നെയാണ് ആരും ഫിനാൻഷ്യലി രക്ഷപ്പെടാത്തത്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള മണീനെ കുറിച്ചിട്ട് പക്ഷെ സംഭവം ആ വ്യക്തികളോടുള്ള ഇതാണ് ഉണ്ടാവുക. ആ വ്യക്തികള് ചിലപ്പോ അവരുടെ വ്യക്തിത്വത്തിൽ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ട്, പക്ഷെ അവിടെ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുള്ള കാര്യം എന്താണ്, ആ വ്യക്തികളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഫീലിംഗ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മണിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ മണി ഫ്ലോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് മണീനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം മണീനെ കുറിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ബ്ലൂ പ്രിന്റും കാര്യങ്ങളും എന്താണോ അതിനനുസരിച്ചിട്ടേ നമ്മളിലേക്ക് മണി വരുള്ളൂ. അപ്പൊ മണി എന്താണ് ഞാൻ പറഞ്ഞ ബിസിനസ്സും നല്ല റിലേറ്റഡ് ആണ്. മണീനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ പ്രോഗ്രാമുകളാണോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് അത് കംപ്ലീറ്റ് റീപ്രോഗ്രാം ചെയ്താൽ മാത്രമേ മണി ഫ്ലോ നമ്മളിലേക്ക് വരുള്ളൂ. മീൻസ് ആ ഫ്ലോ നമ്മളിലൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഉള്ളിലുള്ള പ്രോഗ്രാമുകൾ കളയണം. നമ്മുടെ മനസ്സിലുള്ള പ്രോഗ്രാമുകൾ കളയണം എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ നമ്മൾക്കുള്ള ബിസിനസ് മോഡലുകൾ, നമുക്ക് ചുറ്റിലും ബിസിനസ് നടത്തുന്ന പല ആളുകളെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ അഭിപ്രായം. ചില ആളുകൾ പല പല ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാ ആളുകളെയും നമ്മൾ ഇപ്പൊ നന്നായിട്ട് ക്യാഷ് ഒക്കെ സമ്പാദിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടാണോ നിങ്ങൾക്കുള്ളിലുള്ളത്? നെഗറ്റീവ് ആയിട്ടാണോ? അവരോട് നെഗറ്റീവ് ഫീലിംഗ് ആണോ? നല്ല സമ്പത്തും നല്ല പ്രൗഢിയായിട്ട് നടക്കുന്ന നല്ല ലക്ഷറി ലൈഫ് ഒക്കെ ലീഡ് ചെയ്യുന്ന ആളുകളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ? അഹങ്കാരം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതിനനുസരിച്ചിട്ട് നമുക്കും എന്ത് വരും? അതിനനുസരിച്ചിട്ടാകും നമ്മുടെ മണി അവയർനെസ്സും മണി സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പൊ നമ്മൾ ഏത് മോഡലൊക്കെയാണ് നമ്മുടെ ചുറ്റിലും കണ്ടിട്ടുള്ളത്, നമ്മള് എങ്ങനെയൊക്കെയാണ് കാണുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിസിനസ്സും ഗ്രോ ചെയ്യുന്നത്. നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് തീർച്ചയായിട്ടും നമുക്കുള്ളിലുള്ള ബിസിനസ് മോഡലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ചിലപ്പോ നമ്മള് ചില ബിസിനസ് നടത്തുന്ന ചില വ്യക്തികളെ കണ്ടിട്ട് ചിലപ്പോ അവര് ഭയങ്കരമായിട്ട് എന്തെങ്കിലും തട്ടിപ്പോ അല്ലെങ്കിൽ വെട്ടിപ്പൊക്കെ നടത്തി ഇതൊക്കെ കണ്ടിട്ട് എന്നിട്ട് നമ്മൾ അതുപോലെ ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഏതോ ഒരു ബിസിനസ് നടത്തുന്ന ആളുകളെ അടുത്ത് നമ്മൾ അവിടെ ഫുള്ള് ചതിയും വഞ്ചനയും കാര്യങ്ങളും കണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മോഡൽ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിലും താൻ ആ ഒരു നമ്മളെ പാർട്ട്നേഴ്സ് ആരെങ്കിലും പറ്റിച്ചു പോയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടാവും. അത് എന്താണ് നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ബിസിനസ് മോഡലിനെ അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ നമ്മള് ഒരു ബിസിനസ് നടത്താൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് നടത്തുന്ന നമ്മളെ ബിസിനസിനെ കുറിച്ചിട്ടുള്ള അറിവും കാര്യങ്ങളെക്കാൾ കൂടുതൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏത് മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ബിസിനസ് നടത്തുന്നത് എന്നുള്ളതാണ്. അവരുടെ മൈൻഡിലുള്ള പ്രോഗ്രാമുകൾ ഏതൊക്കെ തരത്തിലാണ് മണീനെ കുറിച്ചിട്ടുള്ളതാവട്ടെ, ബിസിനസിനെ കുറിച്ചിട്ടുള്ളതാവട്ടെ, സർവീസിനെ കുറിച്ചിട്ടുള്ളതാവട്ടെ, അവരൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് അവർ ബിസിനസ് നടത്തുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോ ഒന്ന് ലൈഫുമായിട്ടൊന്ന് കണക്ട് ആക്കി നോക്കിയാൽ മതി. ഇപ്പൊ നമ്മള് ബിസിനസ് നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളുകളുടെ ലൈഫുമായിട്ടൊന്ന് കണക്ട് ആക്കിയാൽ മതി. വലിയ ഗ്രോത്തും കാര്യങ്ങളൊന്നും ബിസിനസ്സിൽ കാണുന്നില്ല എന്നുള്ള ആളുകൾ ഉണ്ടാകും. അവരുടെ സംസാരം, അവരുടെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? മണി അവയർനെസ് എന്താണ്? മണീനെ കുറിച്ചിട്ടാവട്ടെ, ബിസിനസിനെ കുറിച്ചിട്ടാവട്ടെ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്.
അല്ലെ നമുക്ക് തീരുമാനം എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ, നല്ല മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള നമ്മളെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാത്രമേ നല്ല നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ബേജാറ് പിടിച്ചിട്ട് ബിസിനസ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് റൺ ചെയ്യണം, എങ്ങനെയെങ്കിലൊക്കെ ഗ്രോത്ത് ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ 18 പണിയും അതിന്റെ അപ്പുറം പണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്നും ഇല്ല ഒരു മെച്ചം കാണുന്നില്ല നമ്മൾ പറയും. ആക്ച്വലി അവിടെ മൈൻഡ് സെറ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? മൈൻഡ് സെറ്റ് ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും, നല്ല ആക്ഷൻ എടുക്കുന്നുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഉള്ളിലുള്ള പ്രോഗ്രാം, ബിസിനസ് മോഡലുകളെ കോപ്പി ചെയ്തത് ചിലപ്പോൾ ഏതെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ ബിസിനസ് മോഡലായിരിക്കും ഉള്ളിൽ കിടക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ മണീനെ കുറിച്ചിട്ട് എന്താണ് ഉള്ള കാര്യങ്ങൾ, മീൻസ് അവയർനെസ്സും കാര്യങ്ങളും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞു ഇന്റൻഷൻ, മണീനെയാണ് ഇന്റൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണി നമ്മളിട്ട് ഓടിക്കും. പുറമെ നമ്മൾ സർവീസിലേക്ക് ഇന്റൻഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സർവീസിന് നമ്മുടെ പർപ്പസ് ആണ് എല്ലാ മനുഷ്യരും മറ്റു മനുഷ്യരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പോ ഇത് നമ്മുടെ പർപ്പസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ മണിയും കാര്യങ്ങളൊക്കെ പർപ്പസിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള അബണ്ടൻസും കാര്യങ്ങളും നമ്മൾ പിന്നാലെ വന്നോളും. അത് പിന്നെ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, മണീനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. മൈൻഡിലുള്ള മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ, അത് ബിസിനസിനെ കുറിച്ചിട്ടാവട്ടെ മണീനെ കുറിച്ചിട്ടാവട്ടെ, എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉള്ളിലുണ്ടോ അതെന്താണ് നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്തു കളയാം. ആളുകളെ കുറിച്ചിട്ടുള്ള വ്യക്തികളെ നല്ല പൈസക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് എന്താണ് നമുക്കുള്ളിലുള്ള പ്രോഗ്രാം, മീൻസ് അവരെ കാണുന്ന സമയത്ത് എന്താണ് നമുക്ക് ഫീല്, നല്ല ലക്ഷറിയസ് കാറും നല്ല വീടും ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കുള്ള ഫീൽ എന്താണ്? ഓർക്കൊക്കെ നടക്കും, നമുക്കൊന്നും നടക്കൂല ഉള്ള ഫീലാണോ? അതല്ലെങ്കിൽ ഓർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ പവർ നമുക്കും തന്നിട്ടുണ്ട്, നമുക്കും നമ്മുടെ ദൈവം ഒരുപാട് കഴിവും കാര്യങ്ങളും തന്നിട്ടുണ്ട്. യെസ്, നമുക്കും അത് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അവർ കാണിച്ചു തരുന്നത് എന്ന ഫീലിലാണോ നിങ്ങൾ അതൊക്കെ നോക്കുന്നത്? അതല്ല, ഇതിപ്പോ അവർക്ക് മാത്രമേ പറ്റുള്ളൂ, നമുക്കിതൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ ആണോ നിങ്ങള് ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ ലാസ്റ്റ് വരാം കേട്ടോ. അപ്പൊ ഇതിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്? അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും എന്താണ് നമുക്ക് നമ്മളിലേക്ക് അബണ്ടൻസ് വരിക എന്നുള്ളതാണ്. അപ്പൊ ഓൾവേസ് നമ്മളെ പർപ്പസിലേക്ക് ഫോക്കസ് ചെയ്യാം, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളെ നോക്കി കാണുന്ന രീതി, നമുക്കുള്ളിലുള്ള പ്രോഗ്രാം എന്താന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും എവിടെയാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കാം, നമുക്കുള്ളിലുള്ള റിലേഷൻഷിപ്പിന്റെ മോഡലുകൾ ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിനെ കോപ്പി ചെയ്തിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഇങ്ങനെ കണ്ടുള്ളത് പാരന്റ്സ് ചിലപ്പോൾ എപ്പോഴും അടിപിടി കൂടുന്ന പാരന്റ്സിനെ കണ്ട് വന്ന് നമ്മുടെ പാരന്റ്സിനെ കോപ്പി ചെയ്ത് വന്ന ആളുകളാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരും. അതേപോലെ തന്നെ ബിസിനസിന്റെ മോഡൽ നമ്മൾ ഏതൊക്കെയാണോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മോഡലുകൾ ഏതൊക്കെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിസിനസ്സും റൺ ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവാം. അപ്പൊ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, അത് ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മളെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സ്കില്ലിനെക്കാളും മൈൻഡ് സെറ്റ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഏത് സ്കില്ലില്ലാത്ത ആളും നല്ല മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ ഈ ബിസിനസ് മൈൻഡ് എന്ന് കേൾക്കുന്ന സമയത്ത് ബിസിനസ് നടത്തണം എന്നുണ്ടെങ്കിൽ ബിസിനസ് മൈൻഡ് അത്യാവശ്യമാണ്. ആ ബിസിനസ് മൈൻഡിനോട് നമുക്ക് സ്നേഹം വേണം, റെസ്പെക്ട് വേണം. ഈ ബിസിനസ് മൈൻഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ആളുകൾ കുറെ പൈസ ഉണ്ടാക്കുന്നതും കുറെ ചാരിറ്റി കൊടുക്കുന്നതും, എത്ര ആളുകൾക്ക് ആശ്വാസം കൊടുക്കുന്നത്, തണലേകുന്നത്, എത്ര ആളുകൾക്കാണ് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ആ ബിസിനസ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് എന്നുള്ള ഒരു ബോധം നമുക്കുള്ളിൽ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന സമയത്താണ് നമ്മളിലേക്കും അതുകൊണ്ട് ഉപകാരങ്ങൾ വരാം. നമ്മളതിനെ റെസ്പെക്ട് ചെയ്യാൻ ശ്രമിക്കണം, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ബിസിനസ് മൈൻഡ് ഉള്ള ആളുകളെ നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ നടത്തി ബിസിനസ് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ട് നടന്നിട്ട് ഒരുപാട് ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരെന്താ ചെയ്യും? അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ കൂട്ടി വെക്കൊന്നുമില്ല. എന്താ ചെയ്യല്? ചാരിറ്റി കൊടുക്കാൻ തുടങ്ങും. പല ആളുകൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാനും ഇതൊക്കെ തുടങ്ങും. അപ്പൊ ഈ ബിസിനസ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഏൺ ചെയ്യാനും ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും
ഒക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു മൈൻഡ് സെറ്റ്, നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് മൈൻഡ് എന്ന വേർഡിനോട് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റി വെക്കാം. മൈൻഡിന് എന്താ ചെയ്യുക, മൈൻഡിലുള്ള പ്രോഗ്രാമുകൾ ആദ്യം നെഗറ്റീവ് ആയിട്ടുള്ള കിടക്കുന്ന എന്തൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടോ അതിനൊക്കെ ആദ്യം ഒന്ന് ഒഴിവാക്കി ക്ലീൻ ആക്കാം. എന്നിട്ട് നിങ്ങളെ ബിസിനസ് ഒന്ന് നോക്കാം. നിങ്ങളെ ബിസിനസ്സിൽ ഭയങ്കര ചേഞ്ചസ് വരും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുമ്പത്തിന് തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ കാര്യങ്ങൾ എന്താണ് മൊത്തം ടോട്ടലി മാറും. ബിസിനസ്സിൽ കാര്യങ്ങൾ മാറും. പല ആളുകളും അല്ലെ, നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്ത് കഴിഞ്ഞിട്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റം വന്നു, ഹെൽത്തിൽ ഒരുപാട് മാറ്റം വന്നു, വെൽത്തിൽ ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലെ, നമ്മളെ പുറത്ത് നടക്കുന്ന എന്തൊരു കാര്യവും നമ്മള് എന്താണ് പുറത്ത് നടക്കുന്ന ഏതൊരു കാര്യം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ്. അപ്പൊ നമ്മൾ അകത്ത് കിടക്കുന്ന പ്രോഗ്രാമിന്റെ ബേസ് ആയി ചെയ്തിട്ടാണ് എന്താണ് പുറത്ത് കാണുന്നത്. അപ്പൊ നമ്മളെ ഉള്ളിലുള്ള മൈൻഡ് സെറ്റ് മാറ്റുമ്പോഴും ഇതുപോലെയുള്ള നെഗറ്റീവ് പ്രോഗ്രാമും കാര്യങ്ങളും മാറ്റുമ്പോഴും ബിസിനസ്സും അതേപോലെ തന്നെ ബിസിനസ്സിലും ഗ്രോത്തും കാര്യങ്ങളും വരും. അപ്പൊ ബിസിനസ് സ്റ്റെക്കായി നിൽക്കുന്ന ആളുകൾ, ബിസിനസ്സിൽ ഫിനാൻഷ്യലി പ്രൊഫഷണൽ വരുന്ന ആളുകൾ, അതേപോലെ തന്നെ ബിസിനസ് അല്ലെ എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ട്, ഒരുപാട് ആക്ഷൻ എടുത്തിട്ടും എന്താണ് അതിലൊരു ഗ്രോത്തോ കാര്യങ്ങളോ കണ്ടെത്താൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പരാതിപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ മൈൻഡ് സെറ്റ് നോക്കാം. പുറത്ത് നമുക്ക് ഒരുപാട് സ്കിൽ ഉണ്ടാവും അല്ലെ, ഒരുപാട് ബിസിനസ് നടത്തിയിട്ട് അതിനെ കുറിച്ച് പഠിച്ചൊക്കെ ആളുകളായിരിക്കും. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, മൈൻഡിൽ കിടക്കുന്ന പ്രോഗ്രാമുകൾ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ ചെയ്യാം, ആ പ്രോഗ്രാമുകളെ മാറ്റിയിട്ട് മൈൻഡിലൊന്ന് റീപ്രോഗ്രാം ചെയ്ത് മൈൻഡ് ക്ലീൻസ് ചെയ്ത് മൈൻഡിനെ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിയിട്ട് ആ പ്യുവർ മൈൻഡ് സെറ്റോട് കൂടിയിട്ട്, ആ ക്ലീൻ ആൻഡ് ക്ലിയർ കട്ട് ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ആ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് കാണാൻ പറ്റും. നല്ല രീതിയിൽ ഗ്രോത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് എന്താ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോ ഏത് അതിപ്പോ ബിസിനസ് ഉള്ളത് ഈ ഒരു ഇന്ന് ബിസിനസിനെ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ, അപ്പൊ അത് ഏത് ജോലി ചെയ്യുന്ന ആളുകളാവട്ടെ, അവിടെ നമുക്ക് സ്ട്രെസ്സോ കാര്യങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ മൈൻഡിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത് മൈൻഡ് ഒന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിയാൽ തന്നെ മതി, നമുക്ക് അതിൽ നല്ല രീതിയിൽ ആ ജോബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ജോബ് സ്ട്രെസ് എന്നുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ്. ജോലി കാരണം ജോലി ഒഴിവാക്കാനും പറ്റൂല, പക്ഷെ ഇത് സ്ട്രെസ് കൊണ്ട് ലൈഫും മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. ഇത് എന്താ പറയാ, കടിച്ചതില്ല പിടിച്ചതില്ല എന്നുള്ള പോലെ ആയിരിക്കും. അങ്ങോട്ട് വിടാനും പറ്റൂല, എന്നോട്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നിങ്ങളെ മൈൻഡ് സെറ്റ്, മൈൻഡിലുള്ള പ്രോഗ്രാമുകൾ ഒന്ന് ചെക്ക് ചെയ്യുക. ചെറുപ്പം തൊട്ട് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള ബിസിനസ് മോഡലുകളൊന്ന് സെർച്ച് ചെയ്തിട്ട് ഏതാണോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബിസിനസ് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ആരെയാണ് നമ്മളെ മനസ്സിൽ വരുന്നത്, ആരുടെ ബിസിനസിനെ കുറിച്ചിട്ടാണ് നമ്മളെ മനസ്സിൽ വരുന്നത്, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ മനസ്സിലാവും ഉള്ളിലുള്ള പ്രോഗ്രാം ഏതാന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വരുന്ന തോട്ട് ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കുള്ളിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും വന്നിട്ടുണ്ടാവുക. അപ്പൊ അതൊന്ന് ജസ്റ്റ് എന്താ ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. ദെൻ നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റൺ ചെയ്യണം, നല്ല രീതിയിൽ ഈ ഗ്രോത്തിലേക്കും ഇതൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ സ്റ്റെക്ക് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഷാനിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടെ. സർവീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ടല്ലേ ചെയ്യാം, ഫിനാൻഷ്യലി ഇംപ്രൂവ് ആവോ? സർവീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഫ്രീ ആയിട്ടാണ് ചെയ്യാന്നുള്ളത്. ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളത് സർവീസ് എന്ന് പറയുമ്പോ ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളതിനെ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സർവീസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരാൾക്ക് സേവനം ചെയ്യാന്നുള്ളത് ഉദ്ദേശിച്ചത് ഫ്രീ ആയിട്ട് ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് ഒരു അതാണ് ഉദ്ദേശിച്ചത്. സർവീസ് എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ സർവീസ് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ച സർവീസ്. സർവീസ് ഉദ്ദേശിച്ചത് ജസ്റ്റ് സേവനം ചെയ്യണം. ഇപ്പൊ ഒരു കടക്കാരന് ഒരു കടയിൽ പലചരക്ക് വിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പലചരക്ക് വിൽക്കുന്ന ആള്, ഇപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള പലചരക്ക് വിൽക്കുന്ന ഒരാള് ആ എന്താണ് ആ ചുറ്റുപാടിലുള്ള ആളുകൾക്കുള്ള ഒരു സേവനം ചെയ്യാണ്. എന്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള അരിയും പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സർവീസിന് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മണി എന്നുള്ളത്. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ന്യൂ ബിസിനസ്
ന്യൂ ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബട്ട് എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഉള്ള കുറെ കൺഫ്യൂഷൻസ് ആണ്. അത് സക്സസ് ആവുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട്സ്. അപ്പൊ ഇതൊക്കെ പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ടാ, മീൻസ് നമുക്കത് സക്സസ് ആവോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഫിയേഴ്സും കാര്യങ്ങളാണ്. അത് എന്തുകൊണ്ട് അല്ലെ അതിൽ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കുള്ളിലുള്ള ഇന്റേണൽ ബ്ലോക്ക് ആദ്യം ക്ലിയർ ചെയ്യണം. ആ ഇന്റേണൽ ബ്ലോക്ക് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഉള്ളിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും എന്തൊക്കെയോ ഫിയർ തോന്നിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് ആ ഫിയർ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തിനാണ് പേടിക്കുന്നത്? അപ്പൊ അവിടെ ഉണ്ടാവും അതിനുള്ള ആൻസറും കാര്യങ്ങളും. അപ്പോ സർവീസ് എന്നുള്ളത് ജസ്റ്റ് ഇതിലേക്ക് വരാം. സർവീസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാന്ന് പറയുമ്പോൾ അല്ലെ, ആ അരിയും പഞ്ചസാരയും ആ ചുറ്റിലുള്ള ആളുകൾക്ക് കൊണ്ട് കൊടുക്കേണ്ട ഒരു സേവനം ചെയ്യാന്നുള്ള ആ ഒരു ഡ്യൂട്ടി അയാൾക്കാണ് എന്നൊരു ഉദ്ദേശത്തിലാണ് അയാൾ അത് ചെയ്യുന്നത്. അപ്പൊ അല്ലെ, അങ്ങനെ ഒരാൾ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കത് കിട്ടുന്നത്. ഇപ്പൊ കടക്കാരൻ അല്ലെ, മീൻ വിൽക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ ഒരാളും വാല്യൂ കുറച്ച് കാണരുത് എന്ന് നമ്മൾ പറയും. നമ്മളിപ്പോ ചില ജോലി അല്ലെ, ഹൈ പൊസിഷനിൽ ചില ജോലി ലോ ഇതിലൊക്കെ നമ്മളിങ്ങനെ ഗ്രേഡ് ഇട്ടിട്ട് പറയും ചില ആളുകൾ. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, ഒരു മീൻ വിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടി ആ മീന് നമുക്ക് കിട്ടണം, നമ്മളെ ഫുഡിൽ വേണം എന്നുണ്ടെങ്കിൽ ഓരോ ആ പണിക്ക് നിന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവരെന്താണ് ഒരു സേവനം ചെയ്യുന്നത്. അപ്പൊ നമ്മള് അതാണ് ഞാൻ ഉദ്ദേശിച്ച ഇത് പറഞ്ഞത്. മീൻസ് നമ്മൾ ചെയ്യുന്നത് ഒരു സേവനാണ് അല്ലെ, മറ്റു മനുഷ്യർക്ക് ചെയ്യുന്ന സേവനമാണ് എന്ന ഉദ്ദേശത്തിൽ ഇന്റൻഷൻ അതായിരിക്കണം. ആ സേവനം ചെയ്യാന്നുള്ള രൂപത്തിൽ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ മണിയിലേക്ക് ഫോക്കസ് ചെയ്യില്ല. നമ്മൾ മാക്സിമം നമ്മുടെ ഡെഡിക്കേഷനിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കും. അപ്പോ അതിന് റിവാർഡായിട്ട് നമുക്ക് അതിന് വാല്യൂ ആയിട്ട് നമുക്ക് പണം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മീൻസ് അതിന്റെ കാര്യങ്ങളും ആ ഒരു പർപ്പസിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർപ്പസ് സെൽഫിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കുകളെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പർപ്പസ് സെൽഫിന്, ഫ്യൂച്ചർ സെൽഫിന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിന് പകരം ഫ്യൂച്ചറിൽ ഇനി എന്ത് ചെയ്യണം, നമ്മളെ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്യൂ. ഗോൾസിനെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകും. നമ്മളെ ഡ്രീംസ് എന്താണ് അതിലേക്ക് ഫോക്കസ് ചെയ്യൂ. അത് വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കും എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് നമ്മുടെ പാസ്റ്റ് വൂണ്ടുകളെ അല്ലെങ്കിൽ ഉള്ളിലുള്ള പ്രോഗ്രാംസിനെയും കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ നമ്മുടെ പർപ്പസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ പർപ്പസ് സെൽഫ് എന്ത് ചെയ്യും, നമുക്കുള്ളിലുള്ള ഇന്റർണൽ ബ്ലോക്സും കാര്യങ്ങളും, അതിപ്പോ ഫിനാൻഷ്യലി വരുന്ന ബ്ലോക്സ് ആവട്ടെ എന്ത് ബ്ലോക്ക് ആവട്ടെ അതൊക്കെ ഉള്ളിൽ നിന്ന് താനെ ക്ലിയർ ചെയ്യും നമ്മൾ പർപ്പസ് എന്ന രൂപത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്. അപ്പൊ പർപ്പസിലേക്ക് ഫോക്കസ് ചെയ്യുക. പർപ്പസ് ആണ്, ഞാൻ എന്റെ പർപ്പസ് ആണ് ഈ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ടീച്ചർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മള് സാധാരണ എന്തിനാ പോണത്, പൈസ കിട്ടാനാണ് പോണത്, ടീച്ചിങ് ജോലി ചെയ്യുന്നത്. ആ പൈസക്ക് വേണ്ടിയിട്ട് ഒരു ടീച്ചർ ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ബെനിഫിറ്റ് ആ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ, ആ ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അതിന് പകരം ആ കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന സർവീസ് ആലോചിച്ചിട്ട് ആ ഒരു ഇന്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ടീച്ചർക്ക് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആവാനും പറ്റും. അല്ലാത്തടത്താണ് അല്ലെ, പൈസക്ക് മണീനെ ഫോക്കസ് ചെയ്തിട്ട് ടീച്ചർ ആയ ആളുകൾക്കാണ് എന്ത് വരുന്നത്, അത്തരത്തില് പഠിപ്പിച്ച ടീച്ചേഴ്സ് പഠിപ്പിച്ച കുട്ടികൾക്കാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെ. അവിടെ കുറെ എന്താണ് ഭയങ്കര ടീച്ചേഴ്സ് ആയ ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കുട്ടികൾക്കും കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഏതൊരു ജോബ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സർവീസ് ആണ്, നമ്മുടെ പർപ്പസ് ആണ് അല്ലെ. നമ്മൾക്ക് മറ്റൊരാളെ സേവനം ചെയ്യാന്നുള്ളത് നമ്മളെ ഡ്യൂട്ടി ആണ് എന്നുള്ള രൂപത്തിൽ, അത് ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, സേവനം ചെയ്യാന്നുള്ളത് ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് അത് നമ്മുടെ സേവനമാണ്, നമ്മൾ ചെയ്തു കൊടുക്കണം, നമ്മുടെ ഡ്യൂട്ടി ആണ് എന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചുള്ള മണി ഫ്ലോയും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഇതില് ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ഇപ്പൊ ഇതിലൊരു പോയിന്റ് കിട്ടിയത് എന്താന്ന് വെച്ചാല്, നമ്മള് പർപ്പസ് സെൽഫിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മളെ മുന്നിൽ ഉണ്ടാകുന്ന എന്ത് ബ്ലോക്ക് എന്ത് തടസ്സങ്ങൾ വരുന്ന സമയത്തും നമ്മൾ ആ ഫ്യൂച്ചർ നമ്മുടെ ഉള്ളിൽ അത്രത്തോളം ഉള്ളിൽ നമ്മൾക്ക് കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അത്രത്തോളം ഇന്റൻഷനുകൾ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങളൊന്നും നമുക്ക് തടസ്സങ്ങളായിട്ട് തോന്നൂല. നമ്മളത് എന്ത് തടസ്സമാണെങ്കിലും അതിനെ എങ്ങനെയൊക്കെ മറികടക്കാന്നുള്ള 18 എല്ലാ പണി നമ്മൾ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് അതിനെ നമ്മൾ മറികടന്ന് അതിലേക്ക് നമ്മൾ കൊടുക്കും അല്ലേ. നമ്മൾ
അത്രയും നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് എല്ലാ പണിയും നമ്മൾ പരിശ്രമിക്കാറില്ലേ? നമ്മൾ ചിലപ്പോ അല്ലെ, നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണം, നമ്മളെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എല്ലാ പണിയും നമ്മൾ എടുക്കും, എല്ലാ അടവും നമ്മൾ എടുക്കും അല്ലെ, എന്നിട്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ നോക്കും. അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ വരുന്ന റിജക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു റിജക്ഷൻ ആവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പണിയെടുക്കും, എന്ത് പണിയെടുക്കും. അതേപോലെ തന്നെയാണ് ഫ്യൂച്ചർ സെൽഫിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളേ ആയിട്ട് തോന്നൂല. കാരണം നമ്മുടെ ഫ്യൂച്ചർ ആണ് നമുക്ക് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. നമ്മളെ ഗ്രോത്ത്, നമ്മൾ എത്ര ഈ മന്തിൽ ഇത്ര ടാർഗറ്റ് ഉണ്ട്, ഇത്ര ഏൺ ചെയ്യണം അല്ലെ, ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇത്ര ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള കാര്യം. അപ്പൊ നമ്മള് പിന്നെ ഒന്നുള്ളത് എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയിക്കോട്ടെ, മീൻസ് ഏതൊരു സർവീസ് ആണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതിനെ കുറിച്ചിട്ടുള്ള വിവരം മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഞാനൊരു ട്രെയിനറാണ് അല്ലെ, ഒരു ഇതൊക്കെ പഠിച്ച്, മീൻസ് മൈൻഡിനെ കുറിച്ചിട്ടും ഈ മൈൻഡ് പവറിനെ കുറിച്ചിട്ടും ഒക്കെ പഠിച്ച് ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് ആവശ്യമുള്ള ആളുകൾ ഇതിലേക്ക് വരും പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാണ് ആ കാര്യം എന്നുള്ളത്. കാരണം ഞാൻ എന്താണ് മാനസികമായിട്ട് പ്രയാസപ്പെടുന്നവരാവട്ടെ, അല്ലെങ്കിൽ മാനസികമായിട്ടൊന്ന് ലൈഫ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, ലൈഫ് ഒന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ ആളുകൾക്ക് ഞാനിവിടെ ഉണ്ട്, ഇതൊക്കെ പഠിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓർക്ക് അറിയണം. അപ്പൊ നമ്മളെ പബ്ലിക് ആക്കണം, നമ്മളെ ഫെയിം ആക്കണം, നമ്മളെ മറ്റുള്ള ആളുകളിലേക്ക് അറിയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രൂപത്തിൽ. അപ്പൊ ഏത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലെ, നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ ബിസിനസ് ഇത്ര ആളുകളിലേക്ക് അറിയിക്കണം എന്നുള്ളത് നമ്മളെ ഡ്യൂട്ടിയാണ്. കാരണം നമ്മളെ സർവീസ് ആണ്, നമ്മളെ ഡ്യൂട്ടിയാണ്, നമ്മളെ പർപ്പസ് ആണ് ഈ ആളുകൾക്ക് ഇന്ന സാധനം അരി കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ, പച്ചക്കറികളാവട്ടെ ഫ്രൂട്ട്സ് ആവട്ടെ, അത് അവർക്ക് ആ ഭക്ഷണത്തിനുള്ളത് കിട്ടണം. അത് നമ്മളിലൂടെയാണ് കൊടുക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇതിലൂടെ പോകുന്ന ആളുകൾ കണ്ടാൽ മതി, അപ്പൊ ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ്സിന് കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പബ്ലിക്കിലേക്ക് എത്തിക്കാനും ഇതൊക്കെ വേണ്ട. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് പബ്ലിക്കില് നമ്മളെ കടനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട് പബ്ലിക്കിൽ അറിയിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ടിപ്സ് ആണ്, എന്തൊക്കെ ട്രിക്സ് ആണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അത് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രം ആ ആളുകളിലേക്ക് അവിടെ ആവശ്യമുള്ള ആളുകളിലേക്ക്, കാരണം അവിടുന്ന് മേലെന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പണിയാണ് ഈ സാധനങ്ങൾ ഇന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ നമ്മൾ ഇനിയിപ്പോ കുറെ ഏൺ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറേ സമ്പത്ത് ഉണ്ടാക്കുന്നത് സ്വർഗത്ത് കയറ്റൂല, അല്ലെങ്കിൽ കുറേ സമ്പത്ത് ഉണ്ടാക്കുന്നത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, കുറെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അഹങ്കാരം കൂടും. ഇങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് ഫ്രെയിമുകൾ ഉണ്ട് പല ആളുകൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരിലേക്ക് മണി എത്താത്തതും, മീൻസ് അവർക്ക് പണം എത്താത്തതും എന്നുള്ളത്. ഇപ്പൊ നമ്മള് ഇസ്ലാമിക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ പ്രവാചകരൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രവാചകർ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന സമയത്ത് പ്രവാചകർ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എല്ലാവരും കച്ചവടം ചെയ്യണം, കച്ചവടം ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണം, ഒരുപാട് സമ്പത്ത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. സമ്പത്ത് അത്യാവശ്യമാണ് നമുക്ക്. അബണ്ടൻസ് എന്നുള്ളത് നമുക്ക് ഈ വേൾഡിൽ യൂണിവേഴ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബണ്ടന്റാ, എല്ലാവർക്കും അബണ്ടന്റ് ആയിട്ട് ജീവിക്കാനുള്ള സോഴ്സ് ഈ യൂണിവേഴ്സിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്, ദൈവത്തിന്റെ അടുത്തുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചുക. അത്ര ലക്ഷറി ലൈഫും ഇതൊക്കെ ലീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തോ വലിയ തെറ്റായിട്ട് കാണുന്ന ആളുകൾക്ക് അത് എത്തൂല. ദൈവം തന്നെ പറയാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ എന്നെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്താറെന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് പണത്തെ കുറിച്ചിട്ടും ഈ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ എങ്ങനെയാണോ നമുക്കുള്ളിലുള്ള ബിലീഫുകൾ കിടക്കുന്നത്, എങ്ങനെയാണോ നമുക്കുള്ളിലുള്ള പ്രോഗ്രാംസ് കിടക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കുള്ളിൽ വരാം, പിന്നെന്താണ് ഈ മീൻസ് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിലേക്ക് ഫ്ലോ വരാം. പിന്നെ നേരത്തെ നശ്വ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണെന്നുള്ള കാര്യം.
നമുക്കൊരു ആഗ്രഹം വിട്ടു തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, ആഗ്രഹം ജനിപ്പിക്കുന്നത് ആരാണ്? നമ്മളെ ദൈവമാണ്. അപ്പോ നമ്മൾക്കൊരു ആഗ്രഹം ദൈവം ജനിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മുടെ ട്രൂ സെൽഫ് എന്ന് വന്ന ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ നമ്മളെ പർപ്പസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പർപ്പസ് അവിടെ എടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ അത് ചെയ്യാണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പർപ്പസിനെ ബ്ലോക്ക് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. നമുക്ക് ചെയ്യേണ്ട എന്തോ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പർപ്പസ് ചെയ്യാതിരിക്കുന്നതിന്റെ പ്രശ്നം കൂടി ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് ഒരു പണി നമ്മളെ ഏൽപ്പിച്ചു, പക്ഷെ ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഉള്ളിൽ ഇറിറ്റേഷൻ ഉണ്ടാവും. ആ ഇറിറ്റേഷൻ എന്ത് ഫീൽ ചെയ്യും? നമ്മൾ കുറേ കാലം ഈ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാതെ കൊണ്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ ഉള്ളിൽ ഫീൽ ചെയ്യും. അതും പിന്നെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങാനുള്ള പേടിയായിട്ട് മാറും. അപ്പൊ ചിലപ്പോ അത് എന്താണോ പുറത്തിറക്കാ, മീൻസ് ആ നടത്തണം എന്ന് ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്താണോ അത് ഇറക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും ഉള്ളിൽ കിടക്കുന്നുള്ളത്. കാരണം നമ്മളെ സെൽഫ്, നമ്മളെ ട്രൂ സെൽഫ് നമുക്കൊരു ആഗ്രഹം ഇട്ട് തന്നിട്ട് നമ്മൾ അതിനെ നടത്തി കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അതിനെ എന്ത് ചെയ്യും? അത് നടത്തി കൊടുക്കാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതായിരിക്കും ചിലപ്പോ നമ്മളെപ്പോഴത്തെ പ്രശ്നം. അതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ, ആ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം താനെ വന്നോളൂ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അതിലും അപ്പുറത്തേക്ക് എന്തെങ്കിലും കോൺഫിഡൻസും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്കുള്ളിൽ കെട്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ, നമുക്കുള്ളിലുള്ള ആരോടെങ്കിലും ഉള്ള വെറുപ്പ്, വിദ്വേഷം, അസൂയ, ദേഷ്യം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള്, അങ്ങനത്തെ ഉള്ള ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉള്ളിൽ കെട്ടി കിടക്കുന്നുണ്ടെങ്കിലും നമ്മളെ കോൺഫിഡൻസ് കുറവും, നമുക്ക് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന് നമ്മളെ മൈൻഡ് ക്ലെൻസ് ചെയ്യാം, മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൈൻഡിനെ സെറ്റ് ആക്കാം. അപ്പൊ പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ താനെ നമുക്കുള്ളിൽ നിന്ന് തന്നെ വരാൻ തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുകൾക്കൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മീൻസ് അവരുടെ ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ ടൈമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരുമില്ല? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നല്ലൊരു റൈറ്റ് മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വളർത്തിയെടുക്കാം. വെറുതെ ഇരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കുള്ള കഴിവുകൾ എന്താണോ അത് കണ്ടെത്തിയിട്ട് അതൊരു ബിസിനസ് ആക്കി മാറ്റാൻ നിൽക്കാം. മീൻസ് വെറുതെ വീട്ടിൽ നമുക്ക് ദൈവം എന്തെങ്കിലും കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ആക്കരുത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണ് എന്നുള്ളത് ആ കഴിവ് നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാം, അതിനെ നിങ്ങൾ അത് പ്രോഫിറ്റ് ആക്കാൻ നോക്കാം, ശ്രമിക്കാം. എന്ത് കഴിവ്, ഒരു കഴിവില്ലാത്ത ആളുകളൊന്നും എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഇപ്പോ ഒരുപാട് ഈ ലെജൻസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ഈ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അവരൊന്നും തുടക്കത്തിലേ വലിയ ആളായിട്ടൊന്നും ആവില്ല അല്ലെ. ജനിച്ചപ്പോഴേ ഇങ്ങനൊന്നും ആവില്ല, അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടൊന്നും ആവില്ല ഇന്ന് കാണുന്ന നിലയിൽ എത്തിയിട്ടുണ്ടാവാം. ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഉണ്ടാവാം. അപ്പൊ നമുക്കുള്ള കഴിവുകൾ, ഇപ്പൊ സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പൊ വളർന്നു വന്ന ഒരുപാട് വലിയ വലിയ ബിസിനസ് വുമൻസ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ അച്ചാറ് കമ്പനി തുടങ്ങിയതായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഇത് തുടങ്ങിയതായിരിക്കും. മീൻസ് അതിപ്പോ വലിയ വലിയ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ. ഡ്രസ്സിന്റെ ഒരു ബ്രാൻഡായിട്ട് മാറിയ വെറും വീട്ടമ്മയിൽ നിന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരാള് റുക്സാറോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അതേപോലെ ഇങ്ങനെ അല്ലെ പാചകത്തിൽ കഴിവുള്ള ആളുകൾ അത് വെച്ചിട്ട് ബിസിനസ് തുടങ്ങാം അല്ലെ. സ്റ്റിച്ചിങ് കാര്യങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇതൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ലെവലില് പോവാന്നുള്ളതാണ്. ഇപ്പൊ വെറുതെ ലൈഫ്
ഒന്നേ ഉള്ളൂ. അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട, മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കാം അല്ലെ, മറ്റുള്ളവർക്ക് മാക്സിമം സർവീസും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കാന്ന്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ട് നിന്നതിന്. അപ്പൊ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് ഈ വരുന്ന 29th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണലി കണക്ട് ചെയ്ത് വേഗം അഡ്മിഷൻ എടുക്കുക. നമുക്ക് സെഷൻ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും. അപ്പൊ പേഴ്സണലി വേണ്ടവർക്ക് പേഴ്സണലി ഉണ്ട് കേട്ടോ, ഗ്രൂപ്പ് മാത്രമല്ല, ഗ്രൂപ്പാണ് നമ്മൾ ഈ 29th സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പേഴ്സണൽ മെന്ററിങ്ങിന് നമുക്ക് മെയ് മാസത്തിലേക്ക് ഇനി 2 സ്ലോട്ട് അവൈലബിൾ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും പേഴ്സണൽ മെന്ററിങ്ങോ കാര്യങ്ങളോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം കേട്ടിരുന്നതിന്. ഇനി ആർക്കും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. അത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ലീവ് ചെയ്യാം കേട്ടോ.